തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവധിയില്ല. മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ഞായറാഴ്ച ദിവസവും പ്രചാരണത്തിൽ സജീവമാണ്. തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കോവളം നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. ആറ്റിങ്ങലിലെ ഇടത് സ്ഥാനാർത്ഥി വി ജോയി വർക്കല നിയോജക മണ്ഡലത്തിലെ മണമ്പൂർ, കവലയൂർ, ചെറുന്നിയൂർ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കടുത്ത ചൂടിലും ആവേശം ചോരാതെ ജോയിയെ സ്വീകരിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ കോവളം നിയോജക മണ്ഡലത്തിലും ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അരുവിക്കര നിയോജക മണ്ഡലത്തിലും പിന്തുണ തേടിയെത്തി. BJP സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും ഇന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി TM തോമസ് ഐസക് അടൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു പര്യടനം. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി M മുകേഷ് ചടയമംഗലം നിയോജക മണ്ഡലത്തിലായിരുന്നു പര്യടനം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ചടയമംഗലത്ത് തന്നെയാണ് പര്യടനം നടത്തിയത്. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയും പ്രചാരണത്തിൽ സജീവമാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.